നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 18/8/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്നും വീണ്ടും കൂടിയിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 20 രൂപയും ഒരു പവൻ്റെ മുകളിൽ 160 രൂപയാണ് കൂടിയിരിക്കുന്നത്. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല. $. സൂചിക 99.64 എന്ന താഴ്ന്ന നിലവാരത്തിൽ തുടരുന്നതാണ് രാജ്യാന്തര വില കൂടാൻ കാരണം. അത് കാരണം ആഭ്യന്തര വിലയും കൂടി. അതേസമയം ഇന്നത്തെ വെള്ളി വില നോക്കുമ്പോൾ വെള്ളി 1 ഗ്രാം 250 രൂപ, 10 ഗ്രാമിന് 2500. ഇന്ന് വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,290, ഒരു പവൻ 1,14,320. അതുപോലെ 24 ക്യാരറ്റ് 15,589, ഒരു പവൻ 1,24,712. അതുപോലെ 18 ക്യാരറ്റ് 14,692, ഒരു പവൻ 93,536. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. രണ്ടാഴ്ചയ്ക്കിടെ പവൻ ഏകദേശം 9,000 രൂപയാണ് വർദ്ധിച്ചത്. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്, തകർന്നടിഞ്ഞെന്ന് പറയാം. ഒരു കോട്ടയം ബോർഡ് വില RSS 4 കിലോ 275, RSS 5 കിലോ 272, ISN20 252, ലാറ്റക്സ് സർവസ്വാണ്ടി ആർസിൽ 196 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 272. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 268, RSS 5 കിലോ 265. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 268 84 പൈസ, RSS 5 267 രൂപ 11 പൈസ, RSS 3 265 രൂപ 51 പൈസ, RSS 4 264 രൂപ 61 പൈസ, RSS 5 264 21 പൈസ. ഇതാണ് വൈകിട്ടത്തെ വിദേശ വില. വിദേശ വിലയിലും കുറവാണ് സംഭവിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള ശക്തമായ ഒരു കാഴ്ചപ്പാട് പങ്കുവച്ചു. CJP സ്ഥാപകനായ അഭിജിത്ത് ദീപക് പതാകയേന്തി സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളായിരിക്കണം ഇന്ത്യയുടെ. നല്ല വിദ്യാഭ്യാസം നേടി അഭിമാനത്തോടെ ദേശീയഗാനം ആലപിക്കാനുള്ള സാഹചര്യം രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പങ്കുവച്ചേക്കുന്നത്. ട്രാഫിക് സിഗ്നലുകളിൽ ത്രിവർണ്ണ പതാക വിൽക്കുന്ന കുട്ടികളുള്ള ഇന്ത്യയല്ല നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. കുട്ടികളുടെ സമയത്ത് കുട്ടികൾ കളിച്ച് സ്കൂളുകളിൽ പോകട്ടെ, അവർ നല്ല വിദ്യാഭ്യാസം നേടി സമൂഹത്തിന് നല്ലവരായി തീരട്ടെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.